ക്ഷയരോഗത്തിനുള്ള കുത്തിവെപ്പ് BCG ആണ്. ക്ഷയരോഗത്തിനുള്ള കുത്തിവെപ്പ് BCG. അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ്? അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരത്തിൻ്റെ രാസനാമം. പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കുന്നു? 72 പ്രാവശ്യമാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ സ്പന്ദിക്കുന്നത്. ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയ ലോഹം എന്താണ്? ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയ ലോഹം ഇരുമ്പാണ്. തുരിശിൻ്റെ രാസനാമം എന്താണ്? തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് എന്നാണ്. ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിൻ്റെ പേരാണ് പ്രകീർണനം. ഒരു സംയുക്ത പ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണ് പ്രകീർണനം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കാൻ കഴിവുള്ള വാതകം ഏതാണ്? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കാൻ കഴിയുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ഉപകരണമാണ് ബാരോമീറ്റർ. വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് നിർമ്മിക്കുന്ന ലോഹം എന്താണ്? വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിക്കുന്ന ടങ്സ്റ്റൺ വെച്ചാണ്. വൈദ്യുത ബൾബിൽ ഫിലമെൻ്റ് ടങ്സ്റ്റൺ. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന ഭാഗം എന്താണ്? ഇലയാണ്. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് ഇല ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം എന്താണ്? ഓക്സിജനാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്നത് ഓക്സിജൻ ആണ്. ഇനി സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ്? അക്വാ റേജിയാണ് സ്വർണം ലയിക്കുന്ന ദ്രാവകം. അൾട്രാവയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? അൾട്രാവയലറ്റ് വികിരണം അമിതമായി ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടി ഏത്? പുല്ലുവർഗത്തിൽപ്പെട്ട വലിയ ചെടി മുളയാണ്. ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ എന്ത് നിറമാകുന്നു? ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ ചുവപ്പ് നിറമാകുന്നു. പെൻസിലുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം. അടുത്തത് പാലിൽ അടങ്ങിയ ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ഏത് വാതകത്തിനടുത്താണ് തീ കാണിച്ചാൽ ടപ്പ് എന്ന ശബ്ദത്തോടെ അണഞ്ഞു പോകുന്നത്? അത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഏത് വാതകത്തിനടുത്താണ് തീ കാണിച്ചാൽ തീ അണഞ്ഞു പോകുന്നത്? കാർബൺ ഡയോക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫ്യൂഷൻ പ്രവർത്തനം എന്നറിയപ്പെടുന്നു. മണ്ണിൻ്റെ അമ്ലരസം കുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? കുമ്മായമാണ്. മണ്ണിൻ്റെ അമ്ലരസം കുറക്കാൻ ഉപയോഗിക്കുന്നത് കുമ്മായം. ഇനി അരിയുടെ തവിടിലടങ്ങിയ ജീവകം ഏത്? അരിയുടെ തവിടിലടങ്ങിയ ജീവകമാണ് ജീവകം ബി ആണ്. വൈദ്യുത പ്രവാഹം അളക്കുന്ന യൂണിറ്റ് എന്ത്? വൈദ്യുത പ്രവാഹം അളക്കുന്ന യൂണിറ്റ് ആണ് ആംബിയർ. വൈദ്യുത പ്രവാഹം അളക്കുന്നത് ആംബിയർ ആണ്. ഇനി മന്ദരോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. വൈദ്യുത പ്രവാഹം അളക്കുന്നത് ആംബിയർ ആണ്. മന്ദരോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകൾ. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പാണ് AB പോസിറ്റീവ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം. ജീവിയാണ് നീലത്തിമിംഗലം. കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? മണ്ണിരയാണ് കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര. കേരളത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം.
ഇനി കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം എവിടെയാണ്? കഞ്ചിക്കോട്, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം കഞ്ചിക്കോട്. രത്നക്കല്ലുകളുടെ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല ഏത്? രത്നക്കല്ലുകളുടെ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. കല്ലടയാറ് പതിക്കുന്ന കായൽ ഏത്? കല്ലടയാറ് പതിക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. കല്ലടയാറ് അഷ്ടമുടിക്കായൽ. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായ വർഷം എന്നാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായ വർഷം 1895 1895 മുല്ലപ്പെരിയാർ പൂർത്തിയായ വർഷം. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം കോട്ടയം, ഉഴവൂർ, കോട്ടയം. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം കോട്ടയം, ഉഴവൂർ. കോട്ടയം ജില്ലയിലെ പ്രധാന നദിയാണ് മീനച്ചിലാർ. സംസ്ഥാന ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന വ്യക്തി ഗവർണറാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന വ്യക്തി ഗവർണർ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് പാലക്കാടാണ്. വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ വനഭൂമി ഇല്ലാത്ത ജില്ലയായി കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആൻസർ നിലവിലില്ല. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായലാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടു കായൽ. മുന്നാർ സുഖവാസ കേന്ദ്രത്തിന് അടുത്തുള്ള അണക്കെട്ട് മാട്ടുപ്പെട്ടി അണക്കെട്ടാണ്. മുന്നാർ സുഖവാസ കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ വർഷം എന്നാണ്? AD 1498 1498. അടുത്തത് ക്രിക്കറ്റുമായി ബന്ധമുള്ള പദമാണ്. ഇതിൽ ഗൂഗ്ലി എന്നുള്ളതാണ്. ഗൂഗ്ലി, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദം ഗൂഗ്ലി. ലോക പാർപ്പിട ദിനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. ഇനി താലിബാൻ സേന അധികാരം പിടിച്ചടക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. താലിബാൻ അധികാരം പിടിച്ചടക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള ജില്ല കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള ജില്ല. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറയാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയാണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. ക്വയർ എന്തളക്കുന്ന ഏകകമാണ്? പേപ്പറിൻ്റെതാണ് ക്വയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ മേഖലാ സ്ഥാപനം റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം റെയിൽവേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ. കേരളം ഏത് റെയിൽവേയിൽ ഉൾപ്പെടുന്നു? സതേൺ റെയിൽവേയിലാണ് കേരളം ഉൾപ്പെടുന്നത്. സതേൺ റെയിൽവേ ആണ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയാണ്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കുന്നത് സ്ഫിഗ്മോമാനോമീറ്റർ. സ്റ്റെതസ്കോപ്പ് ഹൃദയ സ്പന്ദനം അളക്കുന്നത്. രക്തസമ്മർദ്ദത്തിൻ്റെത് സ്ഫിഗ്മോമാനോമീറ്റർ. ഇനി ഇന്ത്യൻ സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ളൊരു വ്യത്യാസം 5.5 മണിക്കൂർ വ്യത്യാസമാണ്. 5.5 മണിക്കൂർ. കുച്ചുപ്പുടി ഏത് സംസ്ഥാനത്തിന് നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശിൻ്റെതാണ് കുച്ചുപ്പുടി. പാരദ്വീപ് ഏത് സംസ്ഥാനത്തെ തുറമുഖം? പാരദ്വീപ് ഒഡീഷ. ആരൊക്കെ അടങ്ങുന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്? പ്രസിഡൻറ്റും രാജ്യസഭയും ലോകസഭയും അടങ്ങുന്നതാണ് പാർലമെൻറ്റ് എന്നുള്ളത് പ്രസിഡൻറ്റ്, രാജ്യസഭ, ലോകസഭ. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് വൈറ്റ് ഹൗസ് എന്നാണ്. മനുഷ്യനാദ്യമായി ഉപയോഗിച്ച ലോഹം എന്ത്? ചെമ്പാണ് മനുഷ്യനാദ്യമായി ഉപയോഗിച്ച ലോഹം. 1000 വർഷങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? 1000 വർഷങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് മിലേനിയം എന്നാണ്. 1000 വർഷങ്ങൾ. ശരീരത്തിന്റെ പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ ആണ്. ഭൂമികുലുക്കം രേഖപ്പെടുത്തുന്നത് റിക്ടർ സ്കെയിലാണ്. റിക്ടർ സ്കെയിൽ. പണം ഉപയോഗിക്കാതെ സാധനങ്ങൾ കൈമാറി വ്യാപാരം ചെയ്യുന്ന സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. പണം ഉപയോഗിക്കാതെ സാധനങ്ങൾ കൈമാറ്റം, ബാർട്ടർ സമ്പ്രദായം. രാജസ്ഥാൻ മരുഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സരസ്വതി നദിയാണ്. സരസ്വതി. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്?
നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഉദ്യാനമാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ചിത്രം ഏതാണ്? രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ചിത്രം. കാർബൺ 14 എന്ത് നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുന്നത്? കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി ആരാണ്? VR കൃഷ്ണയ്യർ ആണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളിയാണ് VR കൃഷ്ണയ്യർ. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ രോഗം. ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷമാണ്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. ഒരു അലസവാതകം ആണ് ഹീലിയം. മഴവിൽ ഉണ്ടാകാൻ കാരണമായ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണ്? പ്രകീർണനം ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്. സസ്യകോശങ്ങളുടെ ഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? സെല്ലുലോസ്. സസ്യകോശ ഭിത്തി സെല്ലുലോസ്. ഏറ്റവും വേഗം വളരുന്ന സസ്യം മുള. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമാണ് മുള. ഒരു സംയുക്തം ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ കറിയുപ്പ് ആണ്. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണം അതിൻ്റെ അപവർത്തനം ആണ്. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞതായി തോന്നുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം കൊണ്ടാണ്. റിമോട്ടുകളിൽ നിന്നും പുറപ്പെടുന്ന വികിരണമാണ് ഇൻഫ്രാറെഡ്. മിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. മിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് നൈട്രജൻ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് മെർക്കുറി. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഇനി ഈ പാചകവാതകത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ്. ഇനി ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റഫ്ലേഷ്യ. ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ്. മനുഷ്യശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം 46 ആണ്. ഇനി പച്ചപ്രകാശത്തിലെ ചുവന്ന പൂവ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? അത് കറുപ്പ് നിറത്തിലാണ്. പച്ചപ്രകാശത്തിലെ ചുവന്ന പൂവ് കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. മലേറിയ രോഗം പരത്തുന്നത് അനോഫിലിസ് കൊതുകാണ്. അനോഫിലിസ് എന്ന് പറയുന്ന കൊതുകാണ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗം പ്രതിഫലിപ്പിക്കുന്നതാണ് അയണോസ്ഫിയർ. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണം ലൂസിഫർ. ഒരു വിഷവാതകം ആണ് കാർബൺ മോണോക്സൈഡ്. ആറ്റങ്ങൾ ചാർജുള്ളതായി കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ് ആറ്റങ്ങൾ ചാർജുള്ളതായി കാണപ്പെടുന്നത്. ജലദോഷത്തിൻ്റെ കാരണം എന്താണ്? വൈറസ് ആണ് ജലദോഷത്തിൻ്റെ കാരണം ആയിട്ട് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരിക്കപ്പെട്ട ജില്ല പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരിക്കപ്പെട്ട ജില്ല. ഇന്ത്യയുടെ രക്തസാക്ഷി ദിനം എന്നാണ്? ജനുവരി 30. ഗാന്ധിജി മരിച്ച ദിവസമായ ജനുവരി 30 ആണ് ഇന്ത്യയുടെ രക്തസാക്ഷി ദിനം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ ആരാണ്? ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ. 15ാം ലോക്സഭയിലെ മീരാ കുമാർ. അന്തരീക്ഷത്തിൽ അടങ്ങിയ വാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? നൈട്രജൻ. 78% നൈട്രജൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. പാട്ടീലാണ് ആദ്യത്തെ വനിതാ രാഷ്ട്രപതി.
ഇനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ ആണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖം ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ് ഗോയിറ്റർ. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് അമേരിക്കൻ ബഹിരാകാശ വാഹനമായ ഡാഷിൻ്റെ വിക്ഷേപണത്തിലൂടെയാണ്. അപ്പോളോ 2 ആണ്. അപ്പോളോ 2. നിശാന്തതയ്ക്ക് വഴിവെക്കുന്നത് എന്താണ്? വൈറ്റമിൻ എയുടെ കുറവാണ്. നിശാന്തതയ്ക്ക് വഴിവെക്കുന്നത് വൈറ്റമിൻ എയുടെ കുറവാണ്. ന്യൂമോണിയ രോഗം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ശ്വാസകോശം എന്ന അവയവത്തെയാണ്. ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണം ഏതാണ്? സെസ്മോഗ്രാഫ്. എന്താണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നത്? സെസ്മോഗ്രാഫ്. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നത് എക്കോ സൗണ്ടർ ഉപയോഗിച്ചാണ്. മനുഷ്യശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. നമ്മുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ചത് ഡാഷ് കോൺഗ്രസ് സമ്മേളനത്തിൽ. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ചത്. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇനി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതെന്നാണ്? 1984. 1984. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുത്തത്. 1930 ജനുവരി 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. 1930 ജനുവരി 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിൻ്റെ സ്മരണയ്ക്കാണ്. ഇനി അടുത്തത് ഗാന്ധിജി എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജി എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ബഹിരാകാശത്ത് പറന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ബഹിരാകാശത്ത് പറന്ന ആദ്യത്തെ വ്യക്തി യൂറി ഗഗാറിനാണ്. 1961. ഇന്ത്യയുടെ ആദ്യത്തെ അന്തർവാഹിനി കപ്പലാണ് INS അരിഹന്ത്. ഇന്ത്യയുടെ ആദ്യത്തെ അന്തർവാഹിനി കപ്പലാണ് INS അരിഹന്ത്. പാലിൻ്റെ ശുദ്ധി അളക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ആണ് പാലിൻ്റെ ശുദ്ധി അളക്കുന്നത്. ഇനി ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധജല മത്സ്യം ഏതാണ്? ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധജല മത്സ്യമാണ് ഈൽ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. മനുഷ്യനാദ്യമായി ഉപയോഗിച്ചത് ചെമ്പ്. മനുഷ്യരീരത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണമാണ് 206 ആണ്. മനുഷ്യരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയാണ്. ശരീരത്തിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. താഴെ പറയുന്നതിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? പാൻക്രിയാസിലാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. APJ അബ്ദുൽ കലാം രചിച്ച പുസ്തകം ഇതിലേതാണ്? അഗ്നിച്ചിറകുകൾ ആണ്. APJ അബ്ദുൽ കലാം രചിച്ച പുസ്തകം അഗ്നിച്ചിറകുകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ച മലയാളിയാണ് CM സ്റ്റീഫൻ. ശീതസമരത്തിന് അന്ത്യം കുറിച്ച സംഭവങ്ങളിൽ ഒന്ന് 1991 സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ടതാണ്. 1991 സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ടു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ആന്ധ്ര മുഖ്യമന്ത്രിയാണ് YS രാജശേഖര റെഡ്ഡി. ഇപ്പോൾ YS രാജശേഖര റെഡ്ഡി. പിന്നെ ഭാരതത്തിലെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാനിലെ ഉയർന്ന ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാൻ എന്ന ബഹുമതിയും നേടിയ ഇന്ത്യയിലെ വ്യക്തി ആരാണ്? അത് മൊറാർജി ദേശായി ആണ്. ഭാരതരത്നയും നിഷാൻ-ഇ-പാകിസ്ഥാനെയും ലഭിച്ചത് മൊറാർജി ദേശായി ആണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 44. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ് നാരായണൻ ആണ്. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് രാജ് നാരായണൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം ആണ്. AO ഹ്യൂം. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് ആര്? കനിഷ്കൻ ആണ് രണ്ടാം അശോകൻ. പാകിസ്ഥാനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. പാകിസ്ഥാനിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് ലിയാഖത്ത് അലി ഖാൻ. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം 1911. ചന്ദ്രയാൻ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത് G മാധവൻ നായർ. ചന്ദ്രയാൻ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചാണ് G മാധവൻ നായർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ലോകത്തിൻ്റെ മേൽക്കൂര.
ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി നേപ്പാൾ, എവറസ്റ്റ് നേപ്പാൾ എന്നാണ്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിലാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. പാക് കടലിടുക്ക്. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശമാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. സംഗീതത്തിന് നൽകുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. സംഗീതത്തിന് നൽകുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഗ്രാമി. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്നാണ്? ആണവ പരീക്ഷണം പൊക്രാനിലാണ്. 1974 പൊക്രാനിലാണ്. ഏഷ്യയിലെ സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷ ആണ്. PT ഉഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് ബംഗാളി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് ബംഗാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമുദ്രതീരം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമുദ്രതീരം ഇല്ലാത്തത് ബീഹാർ.